എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, ഏതാനും മിനിറ്റുകൾക്കകം അംശകച്ചേരിയിൽ ചേർന്ന ബഹുജന സദസ്സിൽ വെച്ച് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ്. അതിനു മുന്നോടിയായി ഭരണസമിതി നേതൃത്വം നൽകിയ സംഘം നമ്മുടെ നാട് വൃത്തിയുള്ള മാലിന്യമുക്ത നാടായി മാറാൻ നാം ഒന്നിച്ച് അണിനിരക്കുക. മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് ഓർമ്മിക്കാം. പരിസരവും നാടും നഗരവും തെരുവും വൃത്തിയുള്ളതാകട്ടെ. നമുക്ക് ഓർമ്മിക്കാം. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. എടപ്പാൾ ചുങ്കത്ത് നിന്ന് ആരംഭിച്ച വിളംബര റാലി അംശകച്ചേരിയിൽ സമാപിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ നിർവഹിച്ചു. അപ്പോൾ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മാലിന്യങ്ങൾ നമ്മുടെ സംബന്ധിച്ചു. ഒന്ന് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും. പ്ലാസ്റ്റിക് കുന്നുകൂടി കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുക. ഹരിതകർമ്മ സേന എന്ന സന്നദ്ധ പ്രവർത്തകരായി രംഗത്ത് വന്ന നമ്മുടെ സഹോദരിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം സംഭരിക്കുകയും അത് ക്ലീൻ കേരളയുടെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് കടന്നപ്പോൾ പലരും അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് അക്കാല സമയത്തേക്കുണ്ടായത്. അവർക്ക് യൂസർഫി കൊടുക്കാൻ പോലും പലപ്പോഴും പല വീട്ടുകാരും തയ്യാറായിരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിനിൽ കൂടി പ്രവർത്തനങ്ങളിൽ കൂടി ഏതാണ്ട് ഇന്ന് ഒരു പരിധി വരെ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും മണ്ണിൽ ലയിച്ചു ചേരുന്ന മാലിന്യങ്ങൾ മറ്റു രീതിയിൽ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. ഇപ്പൊ കേരളത്തിന്റെ ചിത്രം മാറിക്കഴിഞ്ഞു. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നടന്ന് നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടൗണുകളിലേക്ക് പോയാൽ കണ്ടിരുന്ന ഒരു കാഴ്ചയല്ല ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന മൈലാഞ്ചി പറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ അവതരിപ്പിച്ചു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും മാലിന്യ സംസ്കരണ ഉപാധികളുടെ കൃത്യമായ ഉപയോഗങ്ങളെക്കുറിച്ചും അത് സംബന്ധിച്ചുള്ള ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കുക എന്നതിലുപരി ഫലവത്തായ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടെ ഇതിന് പിന്നിലുണ്ട്. ഇതിനുവേണ്ടി പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണം, ജനകീയ പങ്കാളിത്തത്തോടെ പരിപാടികൾ, വാർഡുതല യോഗങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും നടത്തുകയുണ്ടായി. അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. എ ദിനേശൻ, ആഷിഫ് പൂക്കരത്തറ, പി പി വിദ്യാധരൻ, കെ വിജയൻ, ജെ സോമനാഥ്, വി വി പ്രകാശ്, അരുൺ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. ഈ റംസാനും വിഷുവും വിശ്വസ്തയുടെ 101 വർഷത്തെ പാരമ്പര്യം നൽകിയ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ബ്യൂട്ടി സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ.